ഗൈസ്, നമ്മളെ നാട്ടിൽ എന്താ ഗുഹൻ്റെ പേരെടാ? അപ്പക്കാര ഗുഹ അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഗുഹ ഉണ്ട് ഇവിടെ. നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് പോയി നോക്കണം. ഇത് കൂട്ടിലങ്ങാടി കുറുവ റോട്ടിൽ കുറുവയിലാണ്. ഇതെന്താണ്, കിണറാ? ഈ പൈപ്പ് ഇവിടുന്ന് വെള്ളം എടുക്കണ്ടോ? പൈപ്പ് വെള്ളം എടുക്കണ്ടോ ഇവിടുന്ന്? ഇതെങ്ങനെ തോന്നുന്നുണ്ടാക്കിയാ സാജിനെ വിളിച്ചോണ്ട് പോരെ. ഇത് ഇതിന്റെ അടി കാണണ്ടേ? ഇത് വേണ്ട, ഇത് ഞങ്ങൾ തുറന്നുണ്ടാക്കിയാ പോ. ഇതിന്റെ അടി കൂടെ ഒക്കെ വെച്ചിണ്ടേ. ടോർച്ച് എടുക്കാം. ഞാനും ഷെഫീക്കും ഇജ്ജ് മുന്നേ കിടക്കേ. പേടിച്ചല്ല, നടന്നോ കുമ്പിട്ട് ഇങ്ങനെ പോയിക്കോ. ആവല് വരും മേത്തേക്ക്. ഇങ്ങോട്ടല്ല നടക്കാൻ അടക്കേ. അവിടെ വെളിച്ചൊക്കെ കാണു. അവിടെ കിണറുണ്ട്. ഇതിപ്പോ ചെത്തി പോലും ഉണ്ടാക്കിയാ ആരും അറിയപ്പെടാത്തൊരു ഗുഹ ഉണ്ടത്. ഇനി പൊന്തൂലേ? ഇതാണ് മറ്റേ അടികൾ വയ്യല്ലേ? നടക്കട്ടെ, അങ്ങനെ നടക്കും. മേത്താകെ ചൊളിയോ പറയണ്ടേ. ആദ്യത്തെ കവാടം കടന്നു വന്ന ആകാശം കാണാം. അതൊരു കിണറാണ്. സത്യം പറഞ്ഞാൽ ഈ കിണർ എത്തിയപ്പോഴാണ് ഈ ഗുഹ കണ്ടെത്തി. ഉണ്ടോ? വാ, ഇതാണ് അവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് വരുന്ന വഴി. ഇത് വാ, ഇങ്ങനെയാണ് ശരിക്കുള്ള ഗുഹൻ്റെ തുടക്കം. ടോർച്ചില്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നിറച്ച് ആവലുണ്ട്. കണ്ടില്ലേ? അതിന് ട്രൗസർ ഉണ്ടെങ്കിൽ ഊരിക്കോ. ആവലാളെ ആൾക്കാർ ഇതിൽ നടക്കണൊക്കെ ഉണ്ടല്ലേ. ഈ ആവലും പരിക്കെടുക്കുമല്ലോ. പരിക്കെടുക്കുവേ ആവല്. അത് അങ്ങനെ വയ്യ മേലേക്ക്. ഇതൊരു ഗുഹയാണ്. ഇത് കുറുവ അമ്പലത്തിന്റെ അടുത്തെത്തും. ഇതിലൊക്കെ ഇറങ്ങണ്ടേ? കുറുവ ഏത് അമ്പലം? മറ്റേ സുഗത പറമ്പ് കൂടെ പോയിട്ടില്ല? പാടത്തുള്ള മുത്താരം. അവർക്ക് ഇറങ്ങിക്കോ. പേടിയാണ്, ഒന്നും കയറിയാൻ പറ്റൂലേ. ഇതിന് ആൾക്കാർ പോലണ്ടാ. ഓരോ പെരക്കാർ കുറേ പോയിക്കോ. ഓർക്ക് നല്ല എക്സ്പീരിയൻസാ. ആവലോണ്ടൊരു കളി. അത് നല്ല ലോങ് വയ്യാണല്ലോ. കൊറേ പോണ്ട്. നമ്മളെ വന്ന വഴിയാണ്. പുറലോകം ഒന്നും കാണില്ല. അവിടെ ഉണ്ടോ നമ്മൾ വന്ന വഴി? ഉണ്ടോ? അങ്ങനെ കയറിപ്പോവാ. അപ്പൊ ഈ പൈപ്പിലൂടെ വെള്ളം ചാടും അല്ലേ? പേടിയാവുന്നു. ഒരാൾ ഫുള്ളായിട്ട് നടന്നു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്.
നമ്മൾ വന്ന വഴിയാണ്, പുറലോകം കാണുന്നില്ല. അപ്പോൾ ഈ സ്ഥലം വരുന്നത് കൂട്ടിലങ്ങാടിയിൽ നിന്ന് പടപ്പറമ്പ് റോട്ടിൽ കുറുവ പഞ്ചായത്തിലാണ്. അപ്പക്കാര ഗുഹ അല്ലേ? കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും കുറേ ആൾക്കാർ വന്ന പ്രശ്നമാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ വരുന്നതിനൊന്നും കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറിൻ്റെ വെളിച്ചമാണ് കാണുന്നത്. പിന്നെ നമ്മൾ വന്ന വഴി അപ്പോൾ കുറേ ആൾക്കാർ ഇവിടുന്ന് കുടിവെള്ളം എടുക്കുന്നുണ്ട്. എന്തേ കുടിക്കാൻ പറ്റില്ല? ഇതൊരു കിണറാണ്. ഈ കിണർ കുത്തിയപ്പോഴാണ് ഈ ഗുഹ കണ്ടതെന്ന് പറഞ്ഞത്. കിണർ കുത്തിയപ്പോഴല്ലേ ഗുഹ ഉണ്ട്. ഈ ഗുഹൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വഴിയാണ്. പിന്നെ അങ്ങനെ പോകണ 2-3 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്. ഇതിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, ഈ സൈഡിൽ കൂടി ഒന്നും കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വന്ന വഴി കൂടി തന്നെ പോകടാ, പോവല്ലേ. ഇത് കണ്ടോ, അതാണ് നമ്മൾ വരുന്ന വഴി. എടാ ടോർച്ച് പിടിച്ചാ, ടോർച്ച് പിടിക്ക്. ആദ്യം പോയിക്കോ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗുഹയ്ക്ക് വരുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. ഈ ഭാഗം മാത്രം ഇങ്ങനെ കുമ്പിട്ട് വരേണ്ടി വരും, അല്ലെങ്കിൽ ഒരാൾക്ക് നിന്ന് പോകാൻ പറ്റില്ല. ചെറിയ വഴിയാണ്. ഇത് ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞത്. നല്ല അടിപൊളി വഴിയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തെത്തിയാൽ ഇങ്ങനൊരു വഴി. ഇതിലിറങ്ങിയാലാണ് ആ ചെറിയ വെള്ളം കാണുന്ന സ്ഥലം. ഇതാണ് കേട്ടോ നമ്മളെ ഗുഹയുടെ കവാടം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പോയാലാണ് ആ കിണർ. അത് നേരത്ത് കുളിച്ച്. അപ്പോൾ ആദ്യത്തെ വഴിയാണ് ഗുഹയ്ക്കുള്ളത്. എന്തായാലും അടിപൊളി സംഭവം തന്നെ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല അടിപൊളി ഗുഹ ഉള്ളത് ആദ്യമായിട്ട് കാണണേ.